ഇതാണ് ബൾഗേറിയൻ മിഷ്മാഷ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചീസി എഗ് റെസിപ്പിയാണ്. ബൾഗേറിയയിലെ ഒരു ട്രഡീഷണൽ ഡിഷാണ് ഇത്. മിഷ്മാഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് റെഡ് പെപ്പർ, ഗാർലിക്, എഗ്സ്, ചീസ്, ടൊമാറ്റോ, സോൾട്ട്, പെപ്പർ, ഓയിൽ. ഫസ്റ്റ് നമുക്ക് ഗാർലിക്കും പെപ്പറും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എത്രത്തോളം ഫൈൻ ആയിട്ട് ചോപ്പ് ചെയ്യുന്നോ അത്രത്തോളം ഈ ഡിഷ് ക്രീമി ആയിട്ട് ഇരിക്കും. റെഡ് പെപ്പർ എന്നാൽ നമ്മുടെ നാട്ടിലെ ക്യാപ്സിക്കം തന്നെയാണ്. നല്ല റെഡിഷ് ആയിട്ടുള്ള ക്യാപ്സിക്കം എടുക്കാൻ ശ്രദ്ധിക്കുക. മിഷ്മാഷ് ഒരു യൂറോപ്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഗാർലിക് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പെപ്പർ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാനിവിടെ ചോപ്ഡ് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ക്യാനിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നല്ല റെഡ് ടൊമാറ്റോ എടുക്കാം. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാനുള്ള പോർഷനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 3 ടൊമാറ്റോ ആണ് യൂസ് ചെയ്യേണ്ടത്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഫെറ്റ ചീസ് ആണ് ആഡ് ചെയ്യുന്നത്. ഈ ചീസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ചീസ് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മിഷ്മാഷ് ഒരു ട്രഡീഷണൽ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. മെയിൻ ആയിട്ട് ഗാർലിക്, പെപ്പർ, ടൊമാറ്റോ, ചീസ്, എഗ് ഇതെല്ലാം യൂസ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഓണിയൻ, ക്യാരറ്റ്, അതുപോലെ വെണ്ടയ്ക്ക, ബ്രിഞ്ചോൾ ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റെസിപ്പി നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും ലോ ഫ്ലെയിം പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ റെസിപ്പി ക്രീമി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഞാനിതിലേക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതിൽ സോൾട്ടും പെപ്പറും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരുപാട് സ്പൈസ് ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പറിന്റെ ലെവൽ കൂട്ടി ഉപയോഗിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ ടർമറിക്കോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബൾഗേറിയൻ മിഷ്മാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെയോ ഈവൻ റൈസിന്റെ കൂടെ ആണെങ്കിൽ പോലും കഴിക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും എന്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള വെറൈറ്റി ഡിഷസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.